السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 217 പേജാണ് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ക്ലാസ് സ്വാലിഹായ അവരാമലായി കബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പാടുള്ള എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അള്ളാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളാദ്യമായി 217 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്ലു അലൈഹിം നബഅ നൂഹിൻ ഇദ് ഖാല ലിഖൗമിഹി യാ ഖൗമി ഇൻ കാന കബറ അലൈക്കും മഖാമി വതദ്കീരി ബിആയാതില്ലാഹ് إن كان كبر عليكم مقامي وتذكيري بآيات الله فعلى الله توكلت فأجمعوا أمركم وشركاءكم ثم لا يكن أمركم عليكم غمة ثم قضوا إلي ولا تنظرون فإن توليتم فما سألتكم من أجر إن أجري إلا على الله وأمرت أن أكون من المسلمين فكذبوه فنجيناه ومن معه في الفلك وجعلناهم خلائف وأغرقنا الذين كذبوا بآياتنا فانظر كيف كان عاقبة المنذرين ثم بعثنا من بعده رسلا إلى قومهم فجاءوهم بالبينات فما كانوا ليؤمنوا بما كذبوا به من قبل كذلك نطبع على قلوب المعتدين ثم بعثنا من بعدهم موسى وهارون إلى فرعون وملئه بآياتنا فاستكبروا وكانوا قوما مجرمين فلما جاءهم الحق من عندنا قالوا إن هذا لسحر مبين قال موسى أتقولون للحق لما جاءكم أسحر هذا ولا يفلح الساحرون قالوا أجئتنا لتلفتنا عما وجدنا عليه آباءنا وتكون لكم الكبرياء في الأرض وما نحن لكما بمؤمنين صدق الله العلي العظيم. സൂറത്ത് യൂനുസിലെ 71 മുതൽ 78 വരെയുള്ള 8 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 11ാമത്തെ ജുസ്ഇൽ 217 പേജ്. അള്ളാഹുവിന് പങ്കുകാരില്ല എന്ന വിഷയം, അതായത് അള്ളാഹുവിൻ്റെ തൗഹീദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം സത്യസന്ധമാണ് എന്ന റിസാലത്ത്, അതിൻ്റെ തെളിവുകൾ, അത് നിഷേധിക്കുന്നവർക്കുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, ഇതൊക്കെയാണ് കഴിഞ്ഞ പേജുകളിൽ നമ്മൾ പഠിച്ചത്. ഇനി 71 ആയത്ത് മുതൽ ഏതാനും ചില ആയത്തുകളിൽ മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്ന ചില സത്യനിഷേധികളെക്കുറിച്ച് പറയുകയാണ്. അവർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ വിവരിച്ച് അതിലേക്ക് ഈ മുശ്രിക്കീങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആ സമൂഹങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെയും ആ പ്രവാചകന്മാരെ ധിക്കരിച്ചവരുടെയും ചരിത്രം പറഞ്ഞു തരികയാണ്. എന്തിന്? മറ്റുള്ള ആളുകൾക്ക് പാഠമാവാൻ വേണ്ടി. നൂഹ് നബി അലൈഹി സ്വലാം നിയോഗിക്കപ്പെട്ട ജനതയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. അവർ ബിംബാരാധകരായിരുന്നു. ആ സമുദായത്തിൽ നിന്ന് തന്നെയാണ് ബിംബാരാധനയുടെ തുടക്കം. നമ്മൾ ആ വിഷയം മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അവരെ തൗഹീദിലേക്ക്, സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് 950 വർഷം നീണ്ട കാലഘട്ടം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം അവർക്കിടയിൽ ജീവിച്ചു. എന്നിട്ടും
വളരെ വിരലിലെണ്ണാവുന്ന ആളുകളാണ് മഹാനവറുകളിൽ വിശ്വസിച്ചത്. ബാക്കി എല്ലാവരും അദ്ദേഹത്തെ നിഷേധിച്ചു. എന്നിട്ട് എന്താണ് അവർക്ക് സംഭവിച്ചത്? എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന് ഇപ്പോൾ ഈ മക്കയിലെ മുശ്രിക്കുകളെ കേൾപ്പിക്കാൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. അങ്ങനെ ആ ചരിത്രം വിവരിക്കുകയാണ്, ചുരുക്കി വിവരിക്കുകയാണ്. ബഹുദൈവാരാധന ഒഴിവാക്കി അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം ആളുകളെ ഉപദേശിച്ചു. പക്ഷേ ആ ഉപദേശം അവർക്ക് അസഹ്യമായി തോന്നി. അദ്ദേഹത്തെ അവർ വെറുത്തു, ശക്തമായി നിഷേധിച്ചു, കളിയാക്കി, പരിഹസിച്ചു. അവർ എന്തു പറഞ്ഞിട്ടും കേൾക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം പിന്നെ എന്താ പറഞ്ഞതെന്നറിയും? അതാണ് അടുത്ത ആയത്തിലുള്ളത്. നൂഹ് നബി അലൈഹി സ്വലാം അവരെ ക്ഷണിക്കുമ്പോൾ, ദഅവത്ത് നടത്തുമ്പോൾ അവർ ആ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവിയിൽ വിരലും വസ്ത്രങ്ങളും തിരുകുമെന്ന് മറ്റൊരു സൂറയിലുണ്ട്, സൂറത്തുൽ മുഹമ്മദ്. അത്രക്കും വെറുപ്പായിരുന്നു അവർക്ക്. നൂഹ് നബി അലൈഹി സ്വലാം ഉപദേശം അസഹ്യമായി തോന്നി. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ജീവിച്ചത്, നിങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിച്ചത്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചു തന്നത്, അതൊന്നും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? എന്ന് വെച്ച് എനിക്കത് ഒഴിവാക്കാൻ പറ്റുമോ? ഇതുകൊണ്ടൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങൾക്കത് സഹിക്കുന്നില്ല എന്നുകൊണ്ട് എനിക്കൊന്നും വരാൻ പോകുന്നില്ല. എൻ്റെ കാര്യം മുഴുവനും ഞാൻ അള്ളാഹുൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ നിലപാടും ഉപദേശവും അസഹ്യമായി തീർന്നിട്ടുണ്ട് എങ്കിൽ ആ രോഷവും ധിക്കാരവും ഒന്നും എന്നെ ഒരു നിരക്കും ബാധിക്കുകയില്ല. ഞാൻ സർവവും അള്ളാഹുൽ അർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കെതിരെ എന്ത് നിലപാടും എടുക്കാം. നിങ്ങളെല്ലാവരും കൂടെ ശരിക്കും മനസ്സിരുത്തി ആലോചിച്ച്, കൂടിയാലോചിച്ച് എനിക്കെതിരെ എന്ത് പ്ലാനും പദ്ധതിയും വേണമെങ്കിലും തയ്യാറാക്കിക്കൊള്ളൂ. സഹായത്തിന് വേണ്ടി നിങ്ങൾ ആരാധിക്കുന്ന ബഹുദൈവങ്ങളെയും കൂട്ടിക്കൊള്ളൂ. നിങ്ങൾ തയ്യാറാക്കുന്ന ആ പ്ലാനിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും പിന്നീട് നിങ്ങൾക്കുണ്ടാവരുത്. അപ്പം യാതൊരു സംശയത്തിനും പഴുതില്ലാത്ത വിധം നന്നായി ആലോചിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് എനിക്കെതിരെ എന്ത് ഗൂഢാലോചനകളും നിങ്ങൾ പ്ലാൻ ചെയ്തുകൊള്ളൂ. എനിക്ക് അതുകൊണ്ടൊന്നും വരാൻ പോണില്ല. നിങ്ങൾ ആ പ്ലാന് അപ്പടി എൻ്റെ നേരെ പ്രയോഗിച്ചേക്കൂ. എനിക്ക് രക്ഷപ്പെടാനൊന്നും നിങ്ങൾ താമസം തരികയേ വേണ്ട. എനിക്ക് യാതൊരു ഒഴിവുകളും നിങ്ങൾ തരേണ്ടതില്ല. നിങ്ങളുടെ തീരുമാനം ഇഷ്ടം പോലെ നിങ്ങൾ നടപ്പാക്കിക്കൊള്ളൂ. എനിക്കൊന്നും സംഭവിക്കില്ല. ഞാനൊക്കെ അല്ലാഹുവിൽ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നൂഹ് നബി അലൈഹി സ്വലാം ആളുകളോട് പറയുന്നത്. 71-ാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്ലു അലൈഹിം നബഅ നൂഹിൻ ഇദ് ഖാല ലിഖൗമിഹി യാ ഖൗമി ഇൻ കാന കബറ അലൈക്കും മഖാമി വതദ്കീരി ബിആയാതില്ലാഹി فعلى الله توكلت فأجمعوا أمركم وشركاءكم ثم لا يكن أمركم عليكم غمة ثم قضوا إلي ولا تنظرون. വത്ലു അലൈഹിം, നബിയെ നിങ്ങൾ അവർക്ക് ഓതിക്കേൽപ്പിച്ചു കൊടുക്കൂ. ആർക്ക്? മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക്. എന്താണ് ഓതിക്കേൽപ്പിച്ചു കൊടുക്കേണ്ടത്? നബഅ നൂഹിൻ, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ വൃത്താന്തം. എന്താണ് ആ വൃത്താന്തം? ഇത് ഖാല ലിഖൗമിഹി, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം തന്റെ സമുദായത്തോട് പറഞ്ഞ സന്ദർഭം. യാ ഖൗമി, എൻ്റെ സമൂഹമേ, ഇൻ കാന കബറ അലൈക്കും, നിങ്ങൾക്ക് അസഹ്യമായി തോന്നുന്നുവെങ്കിൽ, നിങ്ങൾക്ക് അസഹനീയമായി തോന്നുന്നുവെങ്കിൽ, വലിയ വിഷയമായി തോന്നുന്നുവെങ്കിൽ, എന്ത്? മഖാമി, എൻ്റെ ഈ നിലപാടുകൾ, വതദ്കീരി, എൻ്റെ ഉപദേശം, ബിആയാതില്ലാഹി, അള്ളാഹുവിൻ്റെ ആയത്തുകൾ വിവരിച്ചുകൊണ്ടുള്ള എൻ്റെ സതുപദേശങ്ങളും എൻ്റെ ഈ നിലപാടും നിങ്ങൾക്ക് വലിയ വിഷയമായി തോന്നുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അസഹനീയമായി തോന്നുന്നുവെങ്കിൽ, ഫഅലല്ലാഹി തവക്കൽതു, ഞാനിതാ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചിരിക്കുന്നു. ഫഅലല്ലാഹി തവക്കൽതു, ഞാനിതാ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്തു ചെയ്യാം? ഫഅജ്മിഉ അംറക്കും, അതുകൊണ്ട് നിങ്ങളുടെ കാര്യം തീരുമാനിച്ചു കൊള്ളൂ. ഫഅജ്മിഉ അംറക്കും, നിങ്ങളുടെ കാര്യം കൂടിയാലോചിച്ച് തീരുമാനിച്ചു കൊള്ളൂ. വശുറകാഅക്കും, നിങ്ങളും നിങ്ങളുടെ പങ്കാളികളും ചേർന്ന് ഒരു പദ്ധതി ചിന്തിച്ചുറപ്പിക്കുക. ഫഅജ്മിഉ, നിങ്ങൾ കൂടിയാലോചിച്ച് ഒരു അംറക്കും, നിങ്ങളുടെ ഒരു പദ്ധതി കൂടിയാലോചിച്ച് ഇരുന്ന് ചിന്തിച്ചുറപ്പിക്കുക. വശുറകാഅക്കും, നിങ്ങളും നിങ്ങളുടെ പങ്കാളികളും ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പങ്കാളികളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം ആലോചിച്ച് തീരുമാനിച്ചുള്ളൂ എന്നർത്ഥം. ഫഅജ്മിഉ അംറക്കും വശുറകാഅക്കും.
നിങ്ങളും നിങ്ങളുടെ പങ്കാളികളെയും ഒക്കെ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിരുന്ന ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചോളൂ. സുമ്മ ലാ യകുൻ അംറുക്കും അലൈക്കും ഗുമ്മ. പിന്നീട് ആ സ്വന്തം കാര്യത്തിൽ യാതൊരു അവ്യക്തതയും നിങ്ങൾക്കുണ്ടാവരുത്. കാരണം ഒരു അവ്യക്തതക്കും പിന്നീട് ഒരു സംശയത്തിനും ഇടവരാത്ത വിധം നിങ്ങൾ എല്ലാ പഴുതുകളും അടച്ച് കാര്യങ്ങളൊക്കെ കൂടി ആലോചിച്ച് എനിക്കെതിരെ പദ്ധതികൾ തയ്യാറാക്കിക്കൊള്ളുന്നർത്ഥം. പിന്നീട് ലാ യകുൻ അംറുക്കും, നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവരുത്, അലൈക്കും നിങ്ങൾക്കുണ്ടാവരുത് ഉമ്മത്തുൻ, ഒരു അവ്യക്തതയും ഉണ്ടാവരുത്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അവ്യക്തത. പിന്നീട് ആ വിഷയത്തിൽ നിങ്ങൾക്കൊരു സംശയമോ അവ്യക്തതയൊക്കെ ഇടവരാത്ത വിധം നിങ്ങൾ ആലോചിച്ചോളൂ, എനിക്കെതിരെ ഗൂഢാലോചന. സുമ്മ ഖുലൂ ഇലയ്യ, പിന്നെ നിങ്ങളത് എനിക്കെതിരെ പ്രയോഗിച്ചോളൂ. സുമ്മ പിന്നീട് ഇഖ്ലൂ ഇലയ്യ, അത് എനിക്ക് നേരെ നിങ്ങൾ പ്രയോഗിച്ചോളൂ. വലാ തുൻദിറൂൻ, നിങ്ങൾ എനിക്ക് തീരെ ഇടതരേണ്ടതില്ല, ഒട്ടും താമസം തരേണ്ടതില്ല, വളരെ പെട്ടെന്ന് നിങ്ങളത് പ്രയോഗിച്ചോളൂ. എനിക്കൊന്നും സംഭവിക്കൂല, ഞാൻ ഫഅലല്ലാഹി തവക്കൽതു. നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. ഇത് സത്യത്തിൽ ഒരു വെല്ലുവിളിയാണ്. എൻ്റെ പ്രബോധനം നിങ്ങൾക്ക് സഹിക്കാനാകുന്നില്ലെങ്കിൽ എനിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്ത് സംഹാര പദ്ധതികളും നടപ്പിലാക്കിക്കൊള്ളൂ. ഇങ്ങനൊരു വെല്ലുവിളി നടക്കണമെങ്കിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ വിശ്വാസം എത്രമാത്രമായിരിക്കണം അല്ലേ? സർവശക്തനായ അള്ളാഹു അവൻ ഉറപ്പായിട്ടും സഹായിക്കുമെന്നതിലൊക്കെ സമ്പൂർണ്ണ വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനൊരു വെല്ലുവിളി നടത്താൻ പറ്റൂ. അതാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം ചെയ്തത്. ഇപ്രകാരം പരസ്യമായി നൂഹ് നബി അലൈഹി ഇസ്ലാം അവരോട് സംസാരിച്ചത് അവരുടെ എതിർപ്പ് തീരെ പരിഗണിക്കാതിരുന്നത് കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ അടിയുറച്ച വിശ്വാസം കൊണ്ടാണ്, സുരക്ഷിതത്വം കാവലും ഉണ്ടാകും എന്ന അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ച് വിശ്വസിച്ചത് കൊണ്ടാണ്. നമ്മളൊക്കെ അങ്ങനെ വിശ്വസിക്കണം, ഉറച്ച് വിശ്വസിക്കണം. അള്ളാഹു തആല സഹായിക്കുമെന്ന് ഉറപ്പാണ്. നമ്മൾക്കെതിരെ ആര് എന്ത് ഗൂഢാലോചനകളും കുതന്ത്രങ്ങളും നടത്തിയാലും അള്ളാഹുവിൻ്റെ തീരുമാനം നടപ്പാവില്ലല്ലോ. നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാം ഇത്ര കൃത്യമായവരോട് എന്ത് നടപടികളും അവർക്ക് അദ്ദേഹത്തിനെതിരെ എടുക്കാൻ വേണ്ടി പറയുന്നു. അള്ളാഹു സഹായിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾക്കെതിരെ ആര് ഭൂമി മുഴുവനും മല മുഴുവനും ഇറങ്ങി വന്നാലും കറങ്ങി വന്നാലും അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു തരി നമുക്കൊരു ഉപദ്രവം ആർക്കും ചെയ്യാൻ കഴിയില്ല, ഉപകാരം ചെയ്യാൻ കഴിയില്ല. എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചാണ്, എല്ലാം അള്ളാഹുവിൻ്റെ സഹായം അനുസരിച്ചുണ്ടാവും. അതാണ് ഇതാണ് പിന്നെ ഫഅലല്ലാഹി തവക്കൽതു ഫഅജ്മിഉ അംറഹും എന്ന് പറഞ്ഞത്. എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ വെല്ലുവിളിക്കാൻ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ധൈര്യം കൊടുത്തത് ആ ഒരു വിശ്വാസമാണ്, അടിയുറച്ച വിശ്വാസമാണ്. അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തരട്ടെ, ആമീൻ. എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും പതറാതിരിക്കേണ്ട ആളാണ് മുഅ്മിനായ മനുഷ്യൻ. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാം. അലല്ലാഹി അല്ലേ, എപ്പോഴും പല സ്ഥലത്തും അള്ളാഹു പറയാറുണ്ട് തവക്കലു അലല്ലാഹി തവക്കലു അല്ലേ, അള്ളാഹുവിൽ നിങ്ങൾ തവക്കുൽ ചെയ്യണം. വഅലല്ലാഹി ഫലയതവക്കലു മുതവക്കിലൂൻ, മുതവക്കിലീങ്ങൾ ആളുകൾ അള്ളാഹുവിനാണ് തവക്കുൽ ചെയ്യുന്നത്. ശരിയായ തവക്കുലാണെങ്കിൽ അള്ളാഹു തആല നമ്മൾ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. നമുക്ക് ബോധവും അടിയുറച്ച വിശ്വാസവും ഉണ്ടാകണമെന്ന് മാത്രം. പലപ്പോഴും തവക്കൽതു അലല്ലാഹ് എന്നതൊക്കെ നമുക്ക് ബോർഡിൽ മാത്രം എഴുതി തൂക്കാനുള്ള സംഗതികളാണ്. വാഹനത്തിലോ വീടിൻ്റെ ചുമരിലോ ഒക്കെ ഭംഗിക്ക് വേണ്ടി എഴുതി വെക്കാനുള്ള വാചകങ്ങളായി മാത്രം തവക്കൽതു അലല്ലാഹ് പോലെയുള്ള സംഗതികളൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ. അത് ശരിയായ തവക്കുൽ മനസ്സിലൂടെ ഉണ്ടാവുക, എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിക്കുക. നമ്മൾ എന്തിനു പതറണം? അള്ളാഹു സഹായിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. 72-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. 71-ാം സൂക്തത്തിൽ പറഞ്ഞ പ്രകാരം ഉറച്ച സ്വരത്തിൽ വെല്ലുവിളി നടത്തി മഹാനായ നബി അലൈഹി ഇസ്ലാം. പക്ഷേ എന്നിട്ടും സത്യം മനസ്സിലാക്കിയിട്ട് അത് അംഗീകരിക്കാൻ തയ്യാറാവാതെ പിന്മാറുകയാണ് ആ സമുദായം ചെയ്തത്. ഇത് കണ്ടപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാം അവരോട് പറയുകയാണ്, നിങ്ങളിങ്ങനെ പിന്മാറുന്നുവെങ്കിൽ അതിലും എനിക്ക് വിഷമമൊന്നുമില്ല. വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ദോഷമൊന്നും വരാനില്ല. എൻ്റെ ഉപദേശങ്ങൾക്ക് വില കൽപ്പിക്കാതെ അവഗണിക്കുന്നത് കൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം ഒരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ലല്ലോ. ഞാൻ പ്രബോധനം ചെയ്യുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രതിഫലം തരണമെന്ന് നിങ്ങളോട് പറയുന്നുണ്ടോ? ഇല്ല. അപ്പം പിന്നെ എനിക്ക് നഷ്ടപ്പെടാൻ എനിക്കൊന്നുമില്ല. എനിക്ക് പ്രതിഫലം നൽകേണ്ട ബാധ്യത അള്ളാഹുവിന് മാത്രമാണ്. അതവൻ ചെയ്തുകൊള്ളൂ. എനിക്ക് കിട്ടേണ്ടത് അള്ളാഹുവിൽ നിന്ന് കിട്ടിക്കൊള്ളൂ. ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലെന്ന് വിചാരിച്ചാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. കാരണം ഞാൻ നിങ്ങളുടെ കാശ് ചോദിക്കണില്ല. നിങ്ങളുടെ മോക്ഷവും വിജയവും അത് മാത്രമാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. എനിക്ക് അള്ളാഹുവിനെ അനുസരിക്കണമെന്ന് കൽപ്പന കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചാലും ശരി, ഞാൻ മുസ്ലിമായി അള്ളാഹുവിനനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കുക തന്നെ ചെയ്യും. അതിനാണ് എന്നോട് അള്ളാഹു തആല കൽപ്പിച്ചിരിക്കുന്നത്. അത് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ എതിർപ്പുകളൊന്നും എനിക്ക് തടസ്സമാകില്ല. ആയത്ത് നോക്കാം. 72-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإن توليتم فما سألتكم من أجر
ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ് വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ ഫഇൻ തവല്ലൈതും. ഇനി നിങ്ങൾ പിന്മാറുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് കേൾക്കാതെ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫമാ സഅൽതുക്കും, ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലല്ലോ മിൻ അജ്രിൻ, കൂലിയൊന്നും, അതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നും വരാനില്ല. ഫമാ സഅൽതുക്കും മിൻ അജ്രിൻ, ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലം ആവശ്യപ്പെട്ടിട്ടില്ല. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, എൻ്റെ പ്രതിഫലം അള്ളാഹുവിങ്കൽ മാത്രമാണ്. ഇൻ അജ്രിയ, എൻ്റെ പ്രതിഫലം ഇല്ലാ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേലിൽ അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രം കിട്ടാനുള്ളതാണ്. വഉമിർതു, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അൻ അകൂന മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ പെട്ടവനായിരിക്കാൻ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരിൽ പെട്ടവനായിരിക്കാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. ഞാനത് തുടരും, നിങ്ങൾ എന്ത് നിലപാടെടുത്താലും ശരി എന്നാണ് നൂഹ് നബി അലൈഹി സ്വലാം അവിടുത്തെ കുറിച്ച് പറയുന്നത്. ഇനി 73-ാമത്തെ ആയത്ത് നോക്കൂ. എന്തു പറഞ്ഞിട്ടും എത്രയൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടും അവർ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഉപദേശങ്ങളും താക്കീതുകളും അവർ തള്ളിക്കളഞ്ഞു, ചെവിക്കൊണ്ടില്ല അവർ. അങ്ങനെ സത്യനിഷേധം തുടർന്നപ്പോൾ അല്ലാഹു തആല അവസാനം അവരെ ശിക്ഷിക്കുകയാണ്. എങ്ങനെയാണ് ശിക്ഷിച്ചത്? വെള്ളപ്പൊക്കം പോലെ. ആ വെള്ളപ്പൊക്കത്തിൽ എല്ലാവരെയും മുക്കിക്കൊന്നു. അള്ളാഹു മുൻകൂട്ടി അറിയിച്ചിരുന്ന പ്രകാരം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരുന്ന കപ്പലിൽ കയറി മഹാനവറുകളും വിശ്വാസികളായ മുഅ്മിനീങ്ങളും രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ കപ്പലിൽ കയറി രക്ഷപ്പെട്ടവരിൽ നിന്നാണ് പിന്നീടുള്ള തലമുറകളൊക്കെ ഭൂമിയിലുണ്ടായത്. ഇങ്ങനെയാണ് സത്യം നിഷേധിച്ച ആ ജനതയുടെ അവസാനം ഉണ്ടായത്. അത് ഈ മക്കയിലെ മുശ്രിക്കുകളും ഓർത്തിരിക്കട്ടെ എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ചരിത്രം നമ്മൾ പല സ്ഥലത്തും വിശദമായി പഠിച്ചിട്ടുണ്ട്, അല്ലേ? നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ ചരിത്രം ഉദ്ധരിച്ച് പ്രതികൂല സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും അല്ലാഹു തആല സാന്ത്വനിപ്പിക്കുകയാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രത്യേക പദവിയുള്ള മഹാനായ പ്രവാചകനാണ്. ആ മഹാന് പോലും സത്യനിഷേധികളായ ആളുകളിൽ നിന്ന് ഇത്രയും ഭയാനകമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അതുപോലെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളെ നിഷേധിക്കുന്ന ഈ ആളുകൾ, താങ്കൾക്കെതിരെയും അങ്ങയുടെ സമുദായത്തിനെതിരെയും മർദ്ദനമുറകൾ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആളുകൾ, നിങ്ങൾ അവർ കാര്യമാക്കേണ്ട, അതിലൊക്കെ നിങ്ങൾ ക്ഷമിക്കുക, അതുകൊണ്ട് സങ്കടപ്പെടേണ്ട, അവർക്കും ഈ സമുദായത്തിനെ സംബന്ധിച്ചതുപോലെ ശിക്ഷകൾ വരാനുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. നോക്കി 73-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فكذبوه فنجيناه ومن معه في الفلك وجعلناهم خلائف وأغرقنا الذين كذبوا بآياتنا فانظر كيف كان عاقبة المنذرين. فكذبوه, എന്നിട്ട് അദ്ദേഹത്തെ അവർ നിഷേധിച്ചു, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാമിനെ അവർ നിഷേധിച്ചു. ഫനജ്ജൈനാഹു, അപ്പോൾ നാം നൂഹ് നബി അലൈഹി സ്വലാമിനെ രക്ഷപ്പെടുത്തി. വമൻ മഅഹു, മഹാനവരുടെ കൂടെയുള്ള മുഅ്മിനീങ്ങളെയും രക്ഷപ്പെടുത്തി. ഫിൽ ഫുൽക്കി, കപ്പലിൽ. വജഅൽനാഹും, അവരെ നമ്മൾ ആക്കുകയും ചെയ്തു. ഖലായിഫ, പിൻഗാമികളാക്കുകയും ചെയ്തു. ഭൂമിയിൽ അവരെ നാം പിൻഗാമികളാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായത്, അവർ മാത്രമേ ഭൂമിയിൽ പിന്നെ രക്ഷപ്പെട്ടത്. വഗറഖന അല്ലദീന കദ്ദബൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്ന ആളുകളെ നാം മുക്കിക്കൊല്ലുകയും ചെയ്തു. അവരെ നാം മുക്കിക്കൊല്ലുകയും ചെയ്തു. നൂഹ് നബി അലൈഹി സ്വലാമിനെയും കൂടെയുള്ളവരും ഖലായിഫ, പിൻഗാമികളാക്കുകയും ചെയ്തു. ഫൻദുർ, അതുകൊണ്ട് നബിയെ അങ്ങ് നോക്കൂ, കൈഫ കാന ആഖിബത്തുൽ മുൻദരീൻ, താക്കീത് ചെയ്യപ്പെട്ടിരുന്ന ആളുകളുടെ പരിണിതി എങ്ങനെയായിരുന്നു എന്ന് താങ്കൾ നോക്കൂ. മുൻദരീൻ എന്ന് പറഞ്ഞാൽ താക്കീത് ചെയ്യപ്പെട്ട ഖൗമിന്റെ അവസാനത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത ആയത്തിലേക്ക് കടക്കാം. 74-ാമത്തെ ആയത്ത്. ആദം നബി അലൈഹി സ്വലാമിന്റെ കാലം മുതൽ ഒരുപാട് വർഷങ്ങൾ വെറും ഏകദൈവ വിശ്വാസം മാത്രമായിരുന്നു ഭൂമിയിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും തൗഹീദിന്റെ ആളുകളായിരുന്നു, മുഅ്മിനീങ്ങളായിരുന്നു. കുറേ വർഷം, ഏകദേശം 10 നൂറ്റാണ്ടുകൾ വരെ. ആ 10 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബിംബാരാധന ഭൂമിയിൽ ഉടലെടുത്തത്. അപ്പോഴാണ് അല്ലാഹു തആല നൂഹ് നബി അലൈഹി സ്വലാമിനെ നിയോഗിച്ചത്. ഈ സംഭവം, ഈ ചരിത്രം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാമിൻ്റെയും നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെയും ഇടയിൽ 10 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മഹാനവറുകൾക്ക് ശേഷം അല്ലാഹു തആല പല പ്രവാചകന്മാരെയും നിയോഗിച്ചു കൊണ്ടിരുന്നു എന്നാണ് ഇനി പറയുന്നത്. ഹൂദ് നബി അലൈഹി സ്വലാം
സാലിഹ് നബി അലൈഹി സ്വലാം, ലൂത്ത് നബി അലൈഹി സ്വലാം, ശുഐബ് നബി അലൈഹി സ്വലാം, ഇങ്ങനെ തുടങ്ങി പല പ്രവാചകന്മാരും നൂഹ് നബി അലൈഹി സ്വലാമിന് ശേഷം മുർസലുകളായി വന്ന ആളുകളാണ്. അവരോടും അവരുടെ സമൂഹം ഇതേ സമീപനമാണ് സ്വീകരിച്ചത്, നിഷേധാത്മക സമീപനം. അങ്ങനെ അല്ലാഹു തആല അവരെ ശിക്ഷിച്ചു, വിശ്വസിച്ച ആളുകളെ രക്ഷിച്ചു. ഇതിൽ നിന്നെല്ലാം മക്കയിലെ മുശ്രിക്കുകളും വലിയ പാഠം പഠിക്കാനുണ്ട്. അവർക്കിതൊക്കെ വ്യക്തമായ താക്കീതുകളാണ്. മറ്റു പ്രവാചകന്മാരെ നിഷേധിച്ചവരെ തന്നെ അല്ലാഹു തആല ശിക്ഷിച്ചിരിക്കെ ആ പ്രവാചകന്മാരുടെ ഒക്കെ നേതാവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിച്ചവരെ അല്ലാഹു തആല വെറുതെ വിടുവോ? ഇല്ല. അങ്ങനെ വലിയൊരു താക്കീതാണിത്. മറ്റു പ്രവാചകന്മാരുടെ ഒക്കെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നിഷേധിക്കുന്നത്. അപ്പം എന്തായാലും അവരെ ശിക്ഷിക്കാൻ സാധ്യത കൂടുതലാണ്. അവരെ വെറുതെ വിടൂല അല്ലാഹു തആല. അതുകൊണ്ട് നിങ്ങളിത് താക്കീതായി പരിഗണിക്കണം. പക്ഷേ മക്കയിലെ മുശ്രിക്കുകൾ ഈ താക്കീതുകളൊന്നും ചെവിക്കൊണ്ടില്ല, അതൊന്നും പരിഗണിച്ചില്ല. മുൻകാല സമൂഹങ്ങളുടെ ദുരനുഭവങ്ങൾ എത്ര ഓതിക്കൊടുത്തിട്ടും അതൊന്നും അവർ കേട്ടില്ല, പാഠം പഠിച്ചില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല അവരെ പാഠം പഠിപ്പിച്ചു. എല്ലാം ഞങ്ങളുടെ കൈകളിലാണെന്ന് അവകാശപ്പെട്ടിരുന്ന അവരെ അല്ലാഹു തആല പരാജയപ്പെടുത്തുക തന്നെ ചെയ്തു. പലരും പലവിധ ശിക്ഷകൾക്ക് വിധേയരായി. ബദറടക്കം ബദറിലടക്കം പല സംഭവങ്ങളും അള്ളാഹു അവരെ പല നിലക്കും ശിക്ഷിച്ചു, പലതരം പ്രയാസങ്ങൾക്കും വിധേയരാക്കി. അള്ളാഹു തആല നിയോഗിച്ച ദൂതന്മാർ ഇടതടവില്ലാതെ സത്യം പഠിപ്പിക്കുകയും സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടും അത് ഉൾക്കൊള്ളാൻ സന്നദ്ധരാകാത്ത ആളുകൾക്ക് കഠിനമായ ശിക്ഷയല്ലാതെ വേറെന്തു കൊടുക്കാനാണ്? അത്രയും കടുത്ത ധിക്കാരികളായിരുന്നു അവർ. വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ഈ റസൂലുകൾ അവരെ ദീനിലേക്ക്, ഹിദായത്തിലേക്ക് ക്ഷണിച്ചത്. എന്നിട്ടും അവർ പഴയ വിശ്വാസാചാരങ്ങൾ കൈവിടാതെ അവരുടെ നിഷേധത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവരുടെ ഹൃദയങ്ങളിലേക്ക് നന്മ കടക്കാത്ത വിധം അള്ളാഹു അതിനെ മുദ്രവെച്ചു. ദുർവാശിയും മത്സരബുദ്ധിയും കാരണം അതിരു കവിഞ്ഞ് പ്രവർത്തിക്കുന്ന എല്ലാ ധിക്കാരികളെ സംബന്ധിച്ചിടത്തും അള്ളാഹു എടുക്കുന്ന ഒരു നടപടിക്രമം ആണ് ഈ ഹൃദയത്തിന് സീൽ ചെയ്യുക എന്നത്. അത് അവർ തന്നെ വരുത്തി വെച്ചതാണ്. അവർ സത്യം കേൾക്കാനോ പഠിക്കാനോ തയ്യാറില്ലാത്തതുകൊണ്ട്. നോക്കാം 74-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم بعثنا من بعده رسلا إلى قومهم فجاءوهم بالبينات فما كانوا ليؤمنوا بما كذبوا به من قبل كذلك نطبع على قلوب المعتدين. ثم പിന്നീട് ബഅസ്നാ നമ്മൾ നിയോഗിച്ചു മിൻ ബഅദിഹി അദ്ദേഹത്തിനു ശേഷം, അതായത് നൂഹ് നബി അലൈഹി സ്വലാമിന് ശേഷം, റുസുലൻ പ്രവാചകന്മാരെ, ദൂതന്മാരെ, ഇലാ ഖൗമിഹിം അവരവരുടെ ഖൗമിലേക്ക്, ഫജാഊഹും അങ്ങനെ അവരെല്ലാവരും വന്നു അവരുടെ അടുത്തേക്ക്, ബിൽ ബയ്യിനാത്തി വ്യക്തമായ തെളിവുകൾ കൊണ്ട്. പക്ഷേ ഫമാ കാനൂ ലിയുഅ്മിനൂ അവരൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. ബിമാ കദ്ദബൂ ബിഹി മിൻ ഖബ്ലു മുമ്പ് എന്തു കാര്യങ്ങൾ കൊണ്ടാണ് അവർ നിഷേധിച്ചിരുന്നത് ആ കാര്യങ്ങളിൽ വിശ്വസിക്കാനൊന്നും അവർ സന്നദ്ധരായില്ല. അവർ മുമ്പ് നിഷേധിച്ചു വന്നിരുന്ന കാര്യങ്ങൾ ആ നിഷേധത്തിൽ തുടരാനാണ് താല്പര്യപ്പെട്ടത്, അല്ലാതെ പുതിയതായി പ്രവാചകന്മാർ കൊണ്ടുവന്ന സംഗതിയിൽ വിശ്വസിക്കാനല്ല. കദാലിക അങ്ങനെ നത്ബഉ നമ്മൾ സീൽ വെക്കും അലാ ഖുലൂബിൽ മുഅ്തദീൻ അതിക്രമം കാട്ടുന്നവരുടെ ഹൃദയങ്ങളിൽ. അക്രമകാരികളായ അതിക്രമം കാണിക്കുന്ന ഹൃദയങ്ങളുടെ മേൽ അങ്ങനെയാണ് നമ്മൾ മുദ്രയടിക്കുന്നത് എന്ന് പറഞ്ഞാൽ, മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നിഷേധിച്ചിരുന്നത് അങ്ങനെ തുടർന്ന് നിഷേധിച്ചിങ്ങനെ പോവാന്നല്ലാതെ പ്രവാചകന്മാർ കൊണ്ടുവന്ന വിഷയം വിശ്വസിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് നമ്മൾ അവർ ഹൃദയങ്ങൾക്ക് സീൽ വെച്ച് കളഞ്ഞു. ഇങ്ങനെ സീൽ വെക്കുക എന്നത് അള്ളാഹുവിൻ്റെ നടപടിക്രമവുമാണ്. പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഇങ്ങനെ സീൽ വെച്ച കാര്യം പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പലയിടത്തും സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇനി നമ്മൾ 75-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഫിർഔനിൻ്റെയും ചരിത്രമാണ് ഇനി പറയുന്നത്. ഈ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആവർത്തനം ഉണ്ടായത്? അത്യത്ഭുതകരമായ ചരിത്രമാണ് എന്നത് തന്നെയാണ് കാരണം. ഇതൊന്നും വെറുതെ ആവർത്തിക്കുകയല്ല അല്ലാഹു തആല ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ നിരർത്ഥകമായ ആവർത്തനങ്ങൾ ഉണ്ടാവാൻ തരമില്ലല്ലോ. മറിച്ച് പിന്നെന്തിനാണ് ഈ ആവർത്തനങ്ങളൊക്കെ അങ്ങനെ നടത്തുന്നത്? ഇടയ്ക്കിടയ്ക്ക് ചരിത്രങ്ങൾ പല സൂറത്തിലും ആവർത്തിച്ചത് കാണാം. അതെന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന കാലഘട്ടം 23 വർഷമാണ് അല്ലേ? പരിശുദ്ധ ഖുർആൻ ഒറ്റയടിക്ക് ഇറങ്ങിയതല്ല, പലപ്പോഴായി അവതരിച്ചതാണ്.
ഈ 23 വർഷത്തെ പ്രബോധന കാലഘട്ടത്തിനിടയിൽ വേണ്ട സമയത്ത് വേണ്ടതുപോലെ മാറ്റങ്ങൾ വരുത്തി പല ആംഗിളുകളിലൂടെ ഒരേ ചരിത്രം അല്ലാഹു തആല ആവർത്തിച്ച് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബത്തിനും ധൈര്യം കൊടുക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ഒറ്റയടിക്ക് ഖുർആൻ ഇറങ്ങിയതാണെങ്കിൽ ഒരു തവണ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല. പരിശുദ്ധ ഖുർആൻ 23 വർഷങ്ങൾക്കിടയിൽ ഇറങ്ങി ഓരോരോ സമയത്ത് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അല്ലാഹു തആല ഓരോ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ മുമ്പ് പറഞ്ഞതായിരിക്കും. ആ പറഞ്ഞത് വേറെ ചില മാറ്റങ്ങൾ വരുത്തി വേറെ ചില ആംഗിളുകളിൽ നിന്ന് വേറെ ചില കോണുകളിലൂടെ വീക്ഷിച്ച് ആ ചരിത്രം പുതിയ രൂപത്തിൽ പിന്നെ അല്ലാഹു തആല അവതരിപ്പിക്കും. ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും ഓരോ അവതരണത്തിലും. അത് ഓരോ അവസരത്തിനനുസരിച്ച് ഈ 23 വർഷക്കാലങ്ങൾക്കിടയിൽ ആവശ്യമാവുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാരുടെ ചരിത്രം ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് വിവിധ കോണുകളിൽ നിന്നായിരിക്കും ആ ചരിത്രം വീണ്ടും വീണ്ടും അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനൊക്കെ കാര്യങ്ങളുണ്ട്, അതിന് പിന്നിലൊക്കെ ഹിക്മത്തുകളുണ്ട് എന്നർത്ഥം. പരിശുദ്ധ ഖുർആനിൽ ഇത്തരം സംഭവങ്ങളും അതേപോലെ മറ്റു പല സംഭവങ്ങളും ആവർത്തിച്ച് പറയുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് വെറും ആവർത്തനങ്ങൾ മാത്രമല്ല എന്നർത്ഥം. അങ്ങനെ ഒരു വെറും ആവർത്തനങ്ങൾ, നിരർത്ഥകമായ ഒരു സംഗതിയും പരിശുദ്ധ ഖുർആനിൽ ഉണ്ടാവുകയില്ല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വിഷയവുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വരവ് വല്ലാതെ പേടിച്ചിരുന്ന ആളാണ് ആര്? ഫിർഔൻ. തൻ്റെ സാമ്രാജ്യം തകർക്കാൻ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ വരും എന്നൊരു സ്വപ്നം, ആ സ്വപ്നം പുലരുമോ എന്ന പേടി അത് നന്നായിട്ടുണ്ടായിരുന്നു ഫിർഔൻ. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചും കരുതലോടെയുമാണ് ആ ചങ്ങായി ജീവിച്ചിരുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വരവ് തടയാൻ തുടക്കം മുതലേ മുൻകരുതലുകൾ സ്വീകരിച്ചു. എത്രയോ ആൺമക്കളെ കൊന്നൊടുക്കി. എന്നിട്ട് എന്ത് ഫലം? ആ സാക്ഷാൽ മൂസാ നബി അലൈഹി ഇസ്ലാം ഈ ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ തന്നെ വളരുകയാണ്. തൻ്റെ സിംഹാസനം പോകാൻ കാരണമാവുന്ന കുട്ടിയെ സാക്ഷാൽ ഫിർഔൻ അവൻ്റെ കൊട്ടാരത്തിൽ വളർത്തുകയാണ്, ഭക്ഷണം കൊടുക്കുകയാണ്, പരിപാലിക്കുകയാണ്, കൂടെ ഇരുത്തി ഭക്ഷണം കൊടുക്കുകയാണ്, പിതൃതുല്യമായ വാത്സല്യത്തോടെ പരിപാലിച്ചു പോരുകയാണ്. അള്ളാഹുവിൻ്റെ ഹിക്മത്ത് ആലോചിച്ച് നോക്കൂ. പിന്നീട് മൂസാ നബി അലൈഹി ഇസ്ലാമിന് ആ നാട്ടിൽ നിന്ന് പുറത്തു പോയതുകൊണ്ടൊരു കാരണമുണ്ടായി അല്ലേ? ഒരു ഖിബ്തി അബദ്ധവശാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൈകൊണ്ട് വധിക്കപ്പെട്ട സംഭവം ഉണ്ടായല്ലോ. അതിൻ്റെ പേരിൽ ഫിർഔനും കൂട്ടരും മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലാൻ പ്ലാനിട്ടു. ആ പ്ലാന് മഹാനവറുകളെ വിശ്വസ്തനായ ഒരാൾ അറിയിച്ചപ്പോൾ ഈജിപ്തിൽ നിന്നും മദിയനിലേക്ക് നാട് വിട്ടുപോയി. അങ്ങനെ ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് ചെന്നു. മഹാനവറുകൾ അഭയം കൊടുത്തു. വർഷങ്ങളോളം അവിടെ താമസിച്ചു. മഹാനവറുകളുടെ പെൺമക്കളിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു. അങ്ങനെ അവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ സീനാ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ വെച്ച് അല്ലാഹു തആല മഹാനവറുകളെ വിളിച്ച് പ്രവാചകത്വം നൽകുകയും ചെയ്തു. ഈ അവസരത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാം ജ്യേഷ്ഠ സഹോദരനായ ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ കൂടി റസൂലാക്കാൻ അള്ളാഹുവിനോട് അപേക്ഷിച്ചു. കാരണം പോകാനുള്ളത് ഫിർഔൻ്റെ അടുത്തേക്കാണ്. ഞാൻ റബ്ബാണ്, ഞാൻ ഇലാഹാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന കിബർ നടിക്കുന്ന ഫിർഔൻ്റെ അടുത്തേക്കാണ് പ്രബോധനത്തിനായി പോകാനുള്ളത്. ഫറോവയുടെ അടുത്ത്, ഫിർഔൻ്റെ അടുത്ത് ചെന്നിട്ട് ദഅവത്ത് നടത്തുക, ഇസ്രായേലിയരെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുക, ഇതൊക്കെ വലിയ ദുഷ്കരമായ എട്ടങ്ങേറുള്ള സംഗതികളാണ്. അതുകൊണ്ട് തന്നെയാണ് സഹായത്തിന് ഹാറൂൻ നബിയെ കൂടി തരുമോ എന്ന് അലൈഹിസ്സലാം മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ അപേക്ഷിച്ചത്. ആ അപേക്ഷ അള്ളാഹു തആല സ്വീകരിച്ചു. ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെയും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ പ്രവാചകനെ നിയോഗിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടിയാണ് ഫിർഔനിൻ്റെ അടുത്തേക്ക് പോകുന്നത്. മുമ്പ് നമ്മളെ സംഭവം വിശദമായി പഠിച്ചിട്ടുണ്ട്. അത് ചുരുക്കിയാണ് ഇവിടെ അള്ളാഹു തആല പറയുന്നത്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم بعثنا من بعدهم موسى وهارون إلى فرعون وملئه ثم بعثنا من بعدهم موسى وهارون إلى فرعون وملئه بآياتنا فاستكبروا وكانوا قوما مجرمين. ثم പിന്നീട് بعثنا നാം അയച്ചു. ആരയച്ചു? മിൻ ബഅദിഹിം അവർക്ക് ശേഷം, അതായത് അവർക്ക് പിറകെ, മറ്റുള്ള പ്രവാചകന്മാർക്ക് പിറകെ നമ്മൾ അയച്ചു മൂസാ നബി അലൈഹി ഇസ്ലാമിനെ, വഹാറൂന ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെയും, ഇലാ ഫിർഔന ഫിർഔനിൻ്റെ അടുത്തേക്ക്, വമലഇഹി അവൻ്റെ പ്രമുഖരായ ആളുകളുടെ അടുത്തേക്കും. മല എന്ന് പറഞ്ഞാൽ പ്രമുഖർ, വിശിഷ്ടർ എന്നൊക്കെ അർത്ഥം പറയാം. ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് നമ്മൾ അയച്ചു. എന്നിട്ട് എന്തുണ്ടായി? ഫസ്തക്ബറു അവർ അഹങ്കാരം കാണിക്കുകയാണ് ചെയ്തത്. ഫസ്തക്ബറു എന്നാൽ അവർ അഹങ്കാരം കാണിച്ചു. വകാനൂ ഖൗമൻ മുജ്രിമീൻ അവർ അധർമ്മകാരികളായ കുറ്റവാളികളായ വിഭാഗവുമായിരുന്നു. മുജ്രിം എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾ. അവർ അഹങ്കാരം കാണിക്കുക ചെയ്തു, കുറ്റവാളിയെ തുടരുകയാണ് ചെയ്തത്.
76 77 മാത്രം നോക്കും. മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ ദൗത്യം നിർവഹിക്കുക തന്നെ ചെയ്തു. ഏത് കൊലകൊമ്പനായ ഫിർഔനാണ് എന്ന് വിചാരിച്ചിട്ട് പിന്മാറിയതൊന്നുമില്ല. പോയി പറഞ്ഞു, സംസാരിച്ചു, ക്ഷണിച്ചു. അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞു. അവനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ പ്രവാചകനാണെന്ന് പറഞ്ഞു. പ്രവാചകനെ അംഗീകരിക്കണമെന്ന് പറഞ്ഞു. ബനു ഇസ്രായേലിനെ അടിമകളാക്കി വെക്കരുതെന്ന് പറഞ്ഞു. ഈ വാദത്തിന്, ഈ പ്രബോധനത്തിന്, സത്യത്തിന് തെളിവായി പല ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുത്തു. ഫിർഔന് തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല. മൂസ അലൈഹി സ്വലാം, സ്വന്തം വളർത്തുപുത്രനായ മൂസ തന്നെ ചോദ്യം ചെയ്തു എന്നത് ഫിർഔന് സഹിക്കാൻ കഴിഞ്ഞില്ല. മൂസ നബി അലൈഹി സ്വലാം ഫിർഔനെ ചോദ്യം ചെയ്ത് രംഗപ്രവേശം ചെയ്തത് ഫിർഔനെ സംബന്ധിച്ചിടത്തോളം വലിയ അപ്രതീക്ഷിതമായൊരു അടിയായിരുന്നു. അത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. താൻ പാല് കൊടുത്ത് വളർത്തി വലുതാക്കിയ ആൾ തനിക്കെതിരെ തിരിയുകയോ. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത് കേൾക്കാനോ അംഗീകരിക്കാനോ ഒന്നും ഫിർഔൻ തയ്യാറായില്ല. എന്ത് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തിട്ടും അതൊക്കെ സിഹറാണ് എന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞു. ഇതൊക്കെ മാജിക്കാണ്, നീ ജാലവിദ്യ കാണിക്കുകയാണെന്ന് പറഞ്ഞ് ഫിർഔനും കൂട്ടരും തള്ളുകയാണ് ചെയ്തത്. അതാണ് അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. 76 77. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما جاءهم الحق من عندنا قالوا إن هذا لسحر مبين. قال موسى أتقولون للحق لما جاءكم أسحر هذا ولا يفلح الساحرون. فلما جاءهم الحق من عندنا. അങ്ങനെ നമ്മുടെ പക്കൽ നിന്നുള്ള സത്യം അവരുടെ അടുത്ത് വന്നപ്പോൾ, ഫലമ്മാ ജാഅഹുമുൽ ഹഖ്, ഫിർഔന്റെയും കൂട്ടരുടെയും അടുത്ത് വന്നപ്പോൾ, അൽ ഹഖ് സത്യം വന്നപ്പോൾ, മിൻ ഇൻദിനാ നമ്മുടെ ഭാഗത്തു നിന്നുള്ള, ഖാലു അവർ പറഞ്ഞു, ഇന്ന ഹാദാ ലസിഹ്റുൻ മുബീൻ, ഇതൊക്കെ വ്യക്തമായ സിഹർ മാത്രമാണ്. മൂസാ നബി അലൈഹി സ്വലാം വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, ഇത് ഇത്രയും വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട് അത് സിഹറാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്? ഖാല മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, അതഖൂലൂന ലിഹഖ്, സത്യത്തെക്കുറിച്ച് നിങ്ങൾ പറയുകയാണോ? ലമ്മാ ജാഅകും, സത്യം നിങ്ങൾ വന്നു കിട്ടിയപ്പോൾ, സത്യം നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾ ആ സത്യത്തെക്കുറിച്ച് പറയുകയാണോ സിഹറാണ് എന്ന്? സത്യം നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഇങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? ആ സിഹറുൻ, അതായത് സിഹറ. വലാ യുഫ്ലിഹു സാഹിറൂൻ, മാരണക്കാരായ ആളുകൾ ഒരിക്കലും വിജയിക്കുകയില്ലല്ലോ. ഇത് സത്യം വിജയിക്കാനുള്ളതാണ്. സിഹറാണെങ്കിൽ അത് വിജയിക്കൂല. അപ്പൊ ഈ സത്യം നിങ്ങളുടെ അടുത്ത് വന്നു കിട്ടിയപ്പോൾ ഇത് സിഹറാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. മൂസാ നബി അലൈഹി സ്വലാം അങ്ങോട്ടും അതേപോലെ തർക്കിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാം വിട്ടുകൊടുത്തിട്ടാണ്. മൂസാ നബി അലൈഹി സ്വലാം ഫിർഔനും തമ്മിലുള്ള സംഭാഷണം പരിശുദ്ധ ഖുർആൻ പലയിടത്തുമുണ്ട്. ചോദിക്കുന്ന സുഹൃത്തിന് ഉരുള കുപ്പേരിയായി മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 78 ആയത്തിലേക്ക് കടക്കും. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രബോധനവും ദൃഷ്ടാന്തങ്ങളുമൊന്നും അവർക്ക് പിടിച്ചില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അടുത്ത അടവ് കയറ്റുകയാണ്. എന്താണത്? സാധാരണഗതിയിൽ എല്ലാവരും പറയാനുള്ള അടവ് തന്നെ. നിങ്ങളിപ്പോൾ രണ്ടാളും ഇവിടെ എൻ്റെ അടുത്തേക്ക് വന്നത് അധികാരമോഹം കൊണ്ടാണല്ലേ? അധികാരം മോഹിച്ചുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നതല്ലേ? നാടിൻ്റെ ആധിപത്യം കൈക്കലാക്കണമെന്നാണ് നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നിങ്ങളെ അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടൂല, നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കൂല. പൂർവികന്മാരായ ആളുകളിൽ നിന്ന് പരമ്പരാഗതമായി ഞങ്ങൾക്ക് ലഭിച്ചു വന്ന, ഞങ്ങൾ സ്വീകരിച്ചു വരുന്ന ഈ ബഹുദൈവാരാധനയൊക്കെ നിർത്തി നിങ്ങളുടെ ഈ പുതിയ മതത്തിലേക്ക് വരാൻ ഞങ്ങൾ തയ്യാറല്ല. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ നിങ്ങളെ കൂടെ കൂടിയിട്ട് നിനക്കും നിന്റെ സഹോദരൻ ഹാറൂനും കൂടി നാട്ടിൽ നേതാക്കളായി വിലസാനാണല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ നിങ്ങൾ കരുതണ്ട. നിങ്ങൾ രണ്ടാളും പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. അധികാരമോഹമാണെന്ന് പറഞ്ഞിട്ട് എന്താണ് പറയാ, അവരെ അടക്കിയിരുത്താനാണ് അടുത്ത ശ്രമം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا أجئتنا لتلفتنا عما وجدنا عليه آباءنا وتكون لكم الكبرياء في الأرض وما نحن لكما بمؤمنين. قالوا അവർ ചോദിച്ചു, അജിഅ്തന, നീ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് ലിതൽഫിതന, ഞങ്ങളെ വ്യതിചലിപ്പിച്ച് കളയാനാണോ? അമ്മാ വജദന അലൈഹി ആബാഅന, ഞങ്ങളുടെ പൂർവ്വപിതാക്കളെ ഏതൊരു മാർഗത്തിലാണോ കണ്ടെത്തി സ്വീകരിച്ചു വന്നിരുന്നത് ആ മാർഗത്തിൽ നിന്നും ഞങ്ങളെ വ്യതിചലിപ്പിച്ച് കളയാനാണോ നീ ഞങ്ങളെടുത്ത് വന്നത്?
വതകൂന ലക്കുമുൽ കിബ്രിയാഉ ഫിൽ അർളി, അങ്ങനെ രാജ്യത്തെ ആധിപത്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും ആകാനുമാണോ നിങ്ങൾ വന്നത്? അജിതന, നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് ലിതൽഫിതന, ഞങ്ങളെ വ്യതിചലിപ്പിച്ച് കളയാനാണോ? എന്തിനു തൊട്ട്? അമ്മാ വജദന അലൈഹി ആബാ, ഞങ്ങൾ പൂർവ്വപിതാക്കൾ സ്വീകരിച്ചു വന്നിരുന്ന ആ മാർഗല്ലേ, ആ മാർഗത്തെ തൊട്ട്. അങ്ങനെ വതകൂന ലക്കുമുൽ കിബ്രിയാഉ ഫിൽ അർളി, നിങ്ങൾക്ക് നാട്ടിൽ ആധിപത്യം ഉണ്ടാവാൻ വേണ്ടിയാണോ? കിബ്രിയ എന്ന് പറഞ്ഞാൽ ആധിപത്യം. അതുകൊണ്ട് വമാ നഹ്നു ലക്കും ബിമുഅ്മിനീൻ, ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുകയേ ഇല്ല. വമാ നഹ്നു, ഞങ്ങളല്ലേ അല്ല, ലക്കും, നിങ്ങളെ കൊണ്ട് ബിമുഅ്മിനീൻ, വിശ്വസിക്കുന്ന ആളുകളെ അല്ല. പൊതുവിൽ എല്ലാ നിഷേധികളുടെയും അവസ്ഥ എങ്ങനെയായിരിക്കുമെന്നാണ്. പൂർവികരായ ആളുകളുടെ മാർഗത്തിൽ ഇങ്ങനെ പിന്തുടരുക, അത് മാത്രം സ്വീകരിക്കാം. പുതിയതൊന്നും പഠിക്കാനോ ചിന്തിക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറാവാതിരിക്കുക. അതിന് പിതാക്കളെ മറയാ സ്വീകരിക്കുക. അപ്പോൾ അവർ ചെയ്തത്, അവരൊന്ന് പഠിച്ചത്, അവരൊന്ന് കണ്ടത് അങ്ങനെയാണ് പോരുക. ആരെന്ത് പുതിയത് പറഞ്ഞു കൊടുത്താലും സ്വീകരിക്കുക. അതാണ് ഇവർ അവസാനം കൃത്യമായി പറഞ്ഞത്, ഞങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങൾ കിട്ടുകയേ ഇല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആരായാലും പ്രകോപിതരാവും അല്ലേ? ആ അധികാരം കിട്ടാൻ വേണ്ടി വന്നതാണെന്ന് ചോദിക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പ്രകോപിതനായില്ല, ശാന്തമായി മറുപടി പറയുകയാണ് ചെയ്തത്. അല്ലാഹു തആല പ്രത്യേകമായി മൂസാ നബി അലൈഹി സ്വലാം പറയുകയും ചെയ്തിരുന്നു, നിങ്ങൾ ഫിറഔന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഖുലാലഹു ഖൗലൻ ലയ്യിന, മാർദ്ദവമായി സംസാരിക്കണം, മയത്തോടെ സംസാരിക്കണം, എന്നാൽ അവൻ ചിലപ്പോൾ കേട്ടേക്കാം. വലിയ കിബർ നടിക്കണം, ഞാൻ റബ്ബാണെന്ന് പറഞ്ഞ ആളെ വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാജ്യത്തിന്റെ പരമാധികാരം കൊണ്ട് നടക്കുന്ന വലിയ കിബർ നടിക്കുന്ന വലിയ ആളാന്ന് പറയുന്ന ഒരാളത്തേക്ക് പ്രവാചകനായി പറഞ്ഞേക്കാം. ഒരു കൂസലില്ലാതെ മൂസാ നബി അലൈഹി സ്വലാം പോകുന്നത്. മാഷാ അല്ലാഹ്. ആട്ടെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇതിനെ ദുആ ചെയ്ത് പിരിയാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും പഠിച്ചതും കേട്ടതും എല്ലാം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യാൻ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന വലിയ നല്ല അമലുകൾ ഇതൊക്കെ മാറ്റിത്തരണേ തമ്പുരാന്. നിന്റെ ഖുർആനും ഇൽമിനും റാഹത്തായി ഖിദ്മത്തുള്ള അവസരം നൽകുന്ന റഹ്മാന്. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ദുആ കൊണ്ട് വസിയത്ത് എല്ലാവർക്കും പുറത്തു വെക്കണം റഹ്മാന്. എല്ലാവരും രോഗങ്ങൾ ശിഫയാക്കാൻ അല്ലാഹ്. എല്ലാവർക്കും സലാമത്ത് നൽകുന്ന തമ്പുരാന്. ദീനും ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടുത്തുന്ന റബ്ബേ, ഞങ്ങളൊക്കെ ആഖിറത്ത് നന്നാക്കണം തമ്പുരാന്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطردا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.